നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൗട്ട് എടുത്തുകൊണ്ട് പോയി ഒരു ജഡ്ജിയുടെയാണ്. ഒരു ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോൾ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി, പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൗട്ടും കൊണ്ടുപോയി. ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു. ഇന്നലെ അജിത് കുമാർജിയോടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് MLA കണ്ടു. എൽദോസ് MLAക്ക് ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു. വനിതാ കമ്മീഷൻ പോലെ, യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു. അത്തരം കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല. ഇന്ന് വളരെ ജെന്യുവിനായി ഒരു ജഡ്ജിയുടെ, അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യുമ്പോൾ അത് വയലൻസ് എങ്ങനെയാകും? അപ്പോൾ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താൽ മതി. രണ്ട്, നിങ്ങൾ, എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്ക് ഉള്ളിൽ തോന്നി, എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും. ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരൻ വിളിക്കില്ല. പക്ഷേ ജഡ്ജി ആയിരുന്ന, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽ പാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ TV-ലിരുന്ന് പറയുകയാണ്. കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയുകയാണ്. ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു. ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു. ഗത്യന്തരമില്ലാതെ റാങ്കൊക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന്. ഇത് നേരെ തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരനാണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക? അപ്പം യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട്. പുരുഷ കമ്മീഷൻ്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും ഇല്ല. പുരുഷന് ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല. ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈൻറ്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരിക്കൽ പറയുകയുണ്ടായി, സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈൻറ്റ് ഗണിക്കുന്നില്ല, പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈൻറ്റ് ഗണിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരിതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല, പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത്? ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത്, ഈ കട്ടൗട്ട് എടുത്തുകൊണ്ട് കൊണ്ടുപോയ ആർജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ ഒരു FIR ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാവുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.